ആരെന്നെ കാണാൻ വന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. കണ്ടല്ലോ, തൃപ്തിയായില്ലേ? ഇനിയും ഞാൻ പൊക്കോട്ടെ? എന്റെ ഭർത്താവിന്റെ അധ്വാനത്തിൽ നിന്നുള്ള ചോറ് തിന്ന് വളർന്ന നീ ഇത് ചെയ്തുവെങ്കിൽ നിന്നെ ഈ അവസ്ഥയിൽ കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? നിന്നെ ഞങ്ങളൊന്ന് കൺകുളിർക്ക കാണട്ടടി. നീ എന്താ പേടിച്ച് തിരിച്ചോടാൻ നോക്കിയതാണോ? ഈ വളിച്ച ചിരി കൊണ്ടൊന്നും നിന്റെ ഉള്ളിലെ ഭയത്തെ മറയ്ക്കാൻ പറ്റില്ല നിധി. ഭയോ? അതും നിങ്ങളെ കണ്ടിട്ട്? എന്നെ പേടിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും നിങ്ങളായിട്ടില്ല. ഇതിനകത്ത് കിടക്കുമ്പോഴും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. സാരമില്ല, ഇങ്ങനൊരു 7 വർഷം പോകുമ്പോഴേ നിന്റെ എല്ലാ അഹങ്കാരവും അങ്ങ് മാറിപ്പോവും. എന്നാലും നീ എന്താടി ഇങ്ങനെ ആയി പോയത്? എന്റെ മോളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാനും വേണ്ടി മനസ്സ് വന്നല്ലോ നിനക്ക്. ആഹാ, കൊള്ളാണ്ട്. മോളുടെ വയറ്റിലെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് കേമായിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ പ്രഗ്നന്റ് ആണെന്ന് നീ നിന്റെ പെറ്റമ്മയെ കൂടെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണല്ലോ ശിവാനി. നീ എന്തൊക്കെ ഈ പറയുന്നേ? അമ്മ, ഇവക്ക് ജയിലിൽ കിടന്ന് ഭ്രാന്തം കൊണ്ടായിന്നാ തോന്നുന്നേ. നോക്കമ്മായി, അമ്മായിയുടെ ഈ മോള് അമ്മായിയെ നല്ല ഒന്നാം തരമായിട്ട് പറ്റിക്കുക. സത്യമായിട്ട് ഇവള് പ്രഗ്നന്റേ അല്ല. അമ്മ, ഇവൾക്ക് ഉഴുത്ത ഭ്രാന്താണ്. ഈ പറയുന്നത് പോലും അമ്മയുടെ പേരെ കുഞ്ഞുങ്ങളെ ശാപിക്കുന്നതിന് തുല്യമാണ്. വയറ്റ് കണ്ണിയായ ഒരു പെണ്ണിനെ നോക്കി ഇത്തരം അപശകുനമായ വാക്കുകൾ പറയാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നേ? നിന്റെ ഈ ദുഷിച്ച മനസ്സ് കാരണ ഇപ്പൊ നീ ഇതിനകത്ത് കിടക്കുന്നേ. ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ കിടന്ന് അഴി എണ്ണുകയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഇവള് കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ കോടതിയിൽ തെളിയിക്കുകയും ചെയ്യും, പുറത്തിറങ്ങുകയും ചെയ്യും. നീ പുറത്തിനി ഇറങ്ങണമെങ്കിലേ സുനാമി വന്ന് ഈ ജയിലിൽ ഇടിഞ്ഞു പൊളിയേണ്ടി വരും. അതിനുള്ള കുരുക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാനേ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. നിന്റെ പേരിൽ ഞാനും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവള് കേസ് കൊടുത്തത് ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നീ കൊല്ലാൻ നോക്കിയെന്ന പേരില്ല. പക്ഷേ ഞാൻ കേസ് കൊടുത്തത് എന്തിനെന്ന് നിനക്കറിയാമോ? ഈ നിൽക്കുന്ന ശിവാനി എന്ന എന്റെ മോൾക്ക് നീ വിഷം കൊടുത്ത് ഇവളെ കൊല്ലാൻ നോക്കി എന്നതിനാ. ഒന്നിൽ നിന്നും തലയൂരിയാലും അടുത്തതിൽ നീ കുടുങ്ങും നിധി. നിന്റെ ജീവിതം ഈ ജയിലഴിക്കുള്ളിൽ തന്നെ അവസാനിക്കും. ഇവളുടെ അമ്മയല്ലേ നിങ്ങളും? നിങ്ങൾക്കും സ്വബോധം കാണില്ല. ഒരു കള്ളക്കേസിന് ശക്തി പകരാൻ മറ്റൊരു കള്ളക്കേസ്. നന്നായി. ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ഇനി എത്ര കേസുകൾ കൊടുത്താലും അതിനെയെല്ലാം മറികടന്ന് ഗൗതം എന്നെ പുറത്തിറക്കിയിരിക്കും. ഞാൻ പുറത്തേക്ക് വരുന്നത് ഇവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ലെന്ന് തെളിയിച്ചു കൊണ്ടായിരിക്കും. കാത്തിരുന്നു അമ്മയും മോളും.
എന്താ ശിവാനി പുതിയ അപ്ഡേറ്റ്സ്? ഒന്നിന്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ നിധിയുടെ പേരിൽ അമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ്. ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും നിധി പ്രതീക്ഷിക്കില്ല. ഞാൻ ലോയേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു. അവൾക്ക് ജാമ്യം പോലും കിട്ടില്ല. കിട്ടാൻ സാധ്യതയുള്ള വഴികളൊക്കെ ഞാൻ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടന്നാൽ അവൾ 7 വർഷം ജയിലിൽ കിടക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു ടെൻഷനും അവൾക്കില്ല ആന്റി. ഞാനും അമ്മയും ഇന്ന് ജയിലിൽ പോയി അവളെ കണ്ടിരുന്നു. എന്തും അഹങ്കാരത്തോടു കൂടിയാ അവൾ ഇപ്പോഴും സംസാരിക്കുന്നതെന്നറിയോ? ഗൗതം എങ്ങനെയും അവളെ രക്ഷിച്ചെടുക്കുമെന്നാ അവൾ പറയുന്നത്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ശിവാനി. പറഞ്ഞില്ലേ, വഴികള് സർവ്വതും ഞാൻ അടച്ചു. എന്റെ ഗൗതമിനെ രക്ഷിച്ചെടുക്കാനുള്ള ബലിമൃഗമായിട്ടാ ഞാൻ അവളെ കാണുന്നത്. ബലിക്കല്ലിൽ തലവെച്ച് കഴിഞ്ഞ മൃഗത്തിന്റെ നിലവിളികളാണ് അവളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവം. അത് നീ കാര്യമാക്കണ്ട ശിവാനി. ഗൗതമനെ അങ്ങനെ എഴുതി തള്ളണ്ട ആന്റി. പോലീസ് ഓഫീസേഴ്സിനെയും വക്കീലന്മാരെയും കണ്ട് പല വിധത്തിലുള്ള നീക്കങ്ങൾ ഗൗതം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മള് ഫേക്കായിട്ടൊരു മൊഴി ഉണ്ടാക്കി കൊടുത്തില്ലേ, അതെങ്ങാനും ഗൗതം തെളിയിച്ച ഇപ്പൊ നമുക്കൊപ്പം നിൽക്കുന്ന പ്രണവ് പോലും മറുകണ്ഠം ചാടും ആന്റി. അത്തരം ടെൻഷനൊന്നും നിനക്ക് വേണ്ട. കോടതി അവളെ ശിക്ഷിച്ച് ജയിലിൽ അയക്കുന്നതിന് മുൻപേ അവൾക്കുള്ള ശിക്ഷാവിധി ഞാൻ നടപ്പിലാക്കും. ആന്റിയുടെ വകയായ ഒരു ശിക്ഷയോ? അതെങ്ങനെ? നീ പറഞ്ഞില്ലേ നിധിയെ എങ്ങനെയും ഇറക്കാൻ വേണ്ടി ഗൗതം അലഞ്ഞു നടക്കുകയാണെന്ന്. അവൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാനും. ഇനി ആരെ പോയി കണ്ട് കാല് പിടിച്ചാലും അവരെല്ലാം ഗൗതമിന്റെ മുന്നില് കൈമലർത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ കാറ്റ് എനിക്ക് അനുകൂലമാണ്. ഇവിടെ ഞാൻ എന്റെ തുറുപ്പ് ചീട്ടിറക്കി കളിക്കാൻ പോവാ. ഏത് നിധിയുടെ കൈ പിടിച്ചാണോ അവൻ ഈ ഈശ്വരമംഗലം ഉപേക്ഷിച്ചു പോയത്, അവളുടെ കൈ വിട്ടിട്ട് ഗൗതം തിരിച്ചു വരും. നിധിക്ക് വേണ്ടി ഈ വീട് ഉപേക്ഷിച്ചവൻ അവളെ ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. നിധിയുടെ ശല്യം ഒഴിഞ്ഞതിന്റെ പേരിൽ നീ സന്തോഷിക്കുമ്പോ എന്റെ മോനെ തിരിച്ചു പിടിക്കുന്നതിന്റെ പേരില് എനിക്കും സന്തോഷിക്കണം ശിവാനി. അവനെ, എന്റെ ഗൗതമിനെ എനിക്ക് വേണം. എന്നാ മാത്രമേ എന്റെ മനസ്സൊന്ന് ശാന്തമാവൂ. നിധിയെ വിട്ടിട്ട് ഗൗതം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റി. ഒരുമിച്ച് ചാവാൻ നടക്കുന്നവരവര്. വരും, അവൻ വന്നിരിക്കും. അത് ഞാൻ നിന്നെ കാണിച്ചു തരാം ശിവാനി.